കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കൾ കീഴടങ്ങുന്നു. വയനാട് സ്വദേശിയായ മാവോയിസ്റ്റ് ജിഷ അടക്കം 8 പേരാണ് ഇന്ന് കർണാടക ചിക്മംഗ്ലൂരുവിൽ കീഴടങ്ങുക. ഇവർ ചിക്മംഗ്ലൂർ കളക്ടർക്ക് മുൻപാകെ 12 മണിയോടെ എത്തി കീഴടങ്ങുമെന്നാണ് വിവരം. വിവരങ്ങളുമായി KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കൾ എല്ലാവരും കീഴടങ്ങുമെന്നാണ് വിവരം. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കളാണ് ഇന്ന് കീഴടങ്ങുന്നത്. ചിക്കമംഗളൂർ കളക്ടർക്ക് മുൻപാകെയാണ് ഇവർ കീഴടങ്ങുക. അതായത് കഴിഞ്ഞ വർഷം അവസാനം 2024 അവസാന മാസത്തിലുണ്ടായ ഉടുപ്പിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ മാവോയിസ്റ്റ് ലത മുൻഗാരു ഉൾപ്പെടെയുള്ള ആളുകളാണ് കീഴടങ്ങുന്നത്. അന്ന് വിക്രം ഗൌഡ എന്ന ഈ ദക്ഷിണേന്ത്യയുടെ പ്രത്യേകിച്ച് ഈ കബനി ദളത്തിന്റെ കമാൻഡർ കൂടിയായിട്ടുള്ള വിക്രം ഗൌഡ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു. അതോടുകൂടിയാണ് മാവോയിസ്റ്റ് പ്രവർത്തനം അവിടെ കാര്യമായിട്ട് ക്ഷീണിക്കുന്നത്. ഏതായാലും നിലവിൽ ഇവർ ഉൾപ്പെടെ 6 പേരാണ് കീഴടങ്ങുന്നത്. കർണാടകയിൽ ഈ മാവോയിസ്റ്റുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രത്യേക സമിതിയും സർക്കാരിന്റെയും ഒക്കെ ഇടപെടലിനെ തുടർന്നാണ് ഈ മാവോയിസ്റ്റുകൾ ഇപ്പോൾ കീഴടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ വയനാട് സ്വദേശിനിയായിട്ടുള്ള ജിഷ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവരുടെ വീഡിയോ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തന്നെ ഇവർ ചിക്കമംഗളൂരു കളക്ടർക്ക് മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങും. തുടർന്ന് എന്താണ് ഇനി ഭാവി പരിപാടി, അതായത് ഇവരെ പുനരധിവാസം ഉൾപ്പെടെ അല്ലെങ്കിൽ നിയമ നടപടികളൊക്കെ ബാക്കിയുണ്ട്, അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഇനി വൈകാതെ തന്നെ തുടങ്ങും. നിലവിൽ ഏതായാലും ഈ മേഖലയിലെ കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും സജീവമായിരുന്ന മാവോയിസ്റ്റ് നേതാക്കളാണ് ഇപ്പോൾ കീഴടങ്ങുന്നത്. ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവരെ മുഖ്യധാരയിലേക്ക് വേണ്ടി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാണ് എന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്.